ഇപ്പോൾ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിൽ. ഇതെല്ലാം ഹൈക്കോടതിയുടെ കേസ് നിലനിൽക്കുകയാണ്. ഇതെല്ലാം കോടതിക്കുള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത അപ്പീലിന് പോകുമ്പോഴാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇവർ ആരും തന്നെ, അമ്മ എന്ന സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഫെഫ്കയാവട്ടെ, നിർമ്മാതാക്കളുടെ ഇവരാരും അവളെ ഒന്ന് അന്വേഷിച്ചു പോവുകയോ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നൊരു വാക്ക് അവളോട് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഒരു മോളെ ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് സ്ത്രീകൾ പോലും അവളോടൊപ്പം നിന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രതിഷേധമാണ്. അമ്മ സംഘടനയിൽ രണ്ട് സ്ത്രീകൾ തന്നെ ഭരിക്കുന്ന ഒരു സംഘടന കൂടി, അവരുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ വേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ വേണ്ടിയിരുന്നു എന്ന് മാത്രമല്ല, അവർ ഇന്നലെ തന്നെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് അവർ കൂടിയിരിക്കുന്നത്. അവളുടെ വിഷയത്തിന് ഈ അടിയന്തര യോഗമൊന്നും അന്ന് കൂടിയില്ല. അന്ന് അവൾ പരാതി പറഞ്ഞു. ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ അവൾ പരാതി പറഞ്ഞിരുന്നു, എൻ്റെ സിനിമകളെല്ലാം തടയുന്നു, എൻ്റെ അവസരങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ഈ ചെവിയിൽ വാങ്ങി ഈ ചെവിയിൽ കളയുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി ആളുകൾ മാറി എന്ന് മാത്രം. അത് സംഭവങ്ങളെല്ലാം അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അതിൽ തന്നെ ഭാരവാഹികളിൽ ഒരാൾ ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം. അങ്ങനെ ഒരു ഇതുണ്ട്. ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക. ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് നിലപാടില്ലായ്മയാണത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എത്ര വേഗത്തിലാണ് അവർ ഇന്നലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും, അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും. അവൾക്ക് സ്വാധീനവുമില്ല, പണവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം ഇത് ഞാനിങ്ങനെ പോരാടുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്വകാര്യമായിട്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് ഫോണിൽ കൂടെ സംസാരിക്കില്ല. കാരണം എല്ലാവർക്കും ഫോണിൽ കൂടി സംസാരിക്കാൻ പേടിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമോ, നമ്മളിത് പുറത്ത് വിടുമോ. ഏതാ സോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. സോഹൻലാലാണ് എന്നെ വിളിച്ചത്. ഞാൻ പക്ഷെ ചാനലുകൾ മാറി 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 വിളിക്കുന്ന കാരണം ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സോഹൻലാലിനോട് സംസാരിച്ചില്ല. കാരണം എന്നോട് സംസാരിക്കേണ്ടവർ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, ആരും വിളിച്ചില്ല. അവളെ വിളിച്ചത് സംയുക്ത വർമ്മ, മഞ്ജു വാര്യർ, WCCയിലെ ചില മെമ്പേഴ്സ്, അവരൊക്കെയാണ് അവളെ വിളിച്ചത്. ഇല്ല, ആരും വിളിച്ചില്ല. എന്തിന് ഒരു അവൾക്കൊപ്പം എന്ന് എത്രയോ പേര് പോസ്റ്റ് ഇട്ടു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് പോലും അവൾ അർഹിക്കുന്നില്ലേ? സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് അവനോടൊപ്പം അല്ല എന്ന അർത്ഥം അയാൾക്ക് ഉണ്ടായാലോ എന്നൊരു ഭയമുണ്ടല്ലോ. അതാണ് അവരത് ഇടാതെ പോകുന്നത്. അതുകൊണ്ട് അവിടെ സ്ത്രീകൾ ഇരുന്നത് കൊണ്ടൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആയി. ഇന്നലെ ദിലീപ് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞത്, തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, അത് അന്വേഷിക്കണം. ഇനി അദ്ദേഹം ഈ സർക്കാർ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അത്തരം പരാതി കൊടുത്തു. മൊത്തം ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇതിനെങ്ങനെയാണ് നേരിടുന്നത്? അതിന് മഞ്ജു വാര്യരുടെ പേര് പരാമർശിക്കുന്നത്. ഇന്നലെ രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു. നല്ല ഭയത്തോടു കൂടെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ അഭിമുഖീകരിക്കുന്നത്. അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം, പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി. ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല, പത്രസമ്മേളനം വിളിച്ചില്ല. കാരണം നമ്മൾ മെന്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമാണ്, ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. ഏതോ ഒരു പെണ്ണ്
ഇരയാണ്. ഇപ്പോൾ അവൾ കഴിഞ്ഞു, ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി അയാളായിരിക്കും. അവളെ ഇനി തൊട്ട് കളിക്കില്ല. പക്ഷെ മഞ്ജുവിനെ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ ഞാൻ അവളോട് പറയുന്നു. ദിലീപിന് നീതി കിട്ടിയെന്നാണ് UDF കൺവീനർ പറഞ്ഞത്. ഞാൻ രാവിലെ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്ന UDFന്റെ കൺവീനർ UDF ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത്? അതായത് അവർ ഒരു പക്ഷേ UDF ഭരണത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു അതിജീവിത കോടതിയിൽ ഇതുപോലെ ഒരു ആവശ്യവുമായി ചെല്ലുമ്പോൾ പിന്നീട് UDF ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് UDFന്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് KPCC അദ്ദേഹത്തെ തള്ളി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷെ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്. സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനുള്ള കുറച്ച് ആൺകുട്ടികളല്ലാതെ വേറെ ആരാണ് അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്? ആരും ഉയർത്തിയില്ല. ഇവിടെ വലിയ 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 സ്റ്റാർസ് എന്ന് പറയുന്ന ഒരാൾ പോലും അവൾക്ക് വേണ്ടി, അവരാരും അവളെ കാണാനും പോയിട്ടില്ല. അവരാരും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടൊപ്പം എന്നൊരു പോസ്റ്റ് അവരാരും ഇട്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ UDF അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മളിപ്പോ അങ്ങേയറ്റ സമൂഹവും മാധ്യമങ്ങളും കത്തിച്ചപ്പോഴാണ് മങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും ഒടുവിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിന് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ അത് ഒരു വളരെ ദയനീയമാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശുദ്ധ വിവരമില്ലായ്മയും അതിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും വേട്ടക്കാരോടൊപ്പമാണെന്ന് പറയുന്നതിന് തുല്യം തന്നെ. അതെ 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 അത് അങ്ങനെ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അങ്ങനെയല്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാൾ എന്റെ സുഹൃത്താണ്. വളരെ വർഷം എനിക്ക് ആ കുട്ടിയെ പരിചയമൊന്നുമില്ല. ആ കുട്ടിക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അയാൾ എന്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം, നമ്മൾ ചിന്തിക്കണം. ഈ 2017 ഈ ഫെബ്രുവരിയിൽ ഉണ്ടായ ഇൻസിഡന്റിന് ശേഷം പിന്നീട് കാര്യമായി മാറ്റം ഉണ്ടായി എന്നാണ് പല ആളുകളും പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് അമ്മയുടെ തലപ്പത്തിന് മാറ്റം വരുന്നു, നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചില മാറ്റങ്ങൾ വരുന്നു. പക്ഷേ സ്ഥായിയായി ഇപ്പോഴും ഒരു മാറ്റമില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സംഘടനയുടെ ഉള്ളിൽ പോലും ഇത്തരത്തിൽ കാര്യമായിട്ടൊരു മാറ്റം ഇതുവരെ സ്ത്രീകളുടെ മനോഭാവത്തിൽ ഈ അമ്മയിൽ മാറിയില്ല, അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ സിനിമാ മേഖലയിൽ തന്നെ മാറിയില്ല എന്ന് വ്യക്തമാണ്. മാറിയിട്ടില്ല. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സംഘടനയ്ക്കുള്ളിൽ ഇത്തരം പരാതികൾ വരുന്നുണ്ട്. പരാതികൾ വരുന്നത് അവർ പോലീസിൽ പരാതിപ്പെടാൻ അവർ തയ്യാറാകുന്നില്ല. സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഘടനയ്ക്കുള്ളിൽ ഒതുക്കി തീർത്താൽ മതി, ഇത് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ വാങ്ങി തന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീകളാണ് ഏറ്റവും അധികം. ആരും ഞങ്ങൾ അങ്ങോട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്, വരൂ ഞാൻ വരാം നിങ്ങളോടൊപ്പം പോലീസിൽ ഞാൻ വരാം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ സ്ത്രീകൾ ധൈര്യത്തോടു കൂടെ പോലീസിലേക്ക് വരാനോ ഒരേ ഒരു കേസിനാണ് ഞാൻ DGP കമ്മീഷണർ എല്ലാവരെയും കാണാൻ പോയത്. ഒരു സീരിയൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം അവരെ ചാടി കയറി പിടിച്ച് അവരെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പിന്നെ അവര് എൻ്റെ അടുത്തേക്കാണ് നേരെ വന്നത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് വരൂ എന്നോടൊപ്പം എന്ന് പറഞ്ഞാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ഞാൻ കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഞാൻ കോൺക്ലേവ് സമയത്ത് ഞാൻ മിനിസ്റ്ററോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. മിനിസ്റ്ററുടെ ചേംബറിലേക്ക് ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അതിനു വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, കേസിനോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് മിനിസ്റ്റർ അവിടെ വെച്ച് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ 100 കേസ് നടക്കുന്നുണ്ടെങ്കിൽ 99 പേരും ഉള്ളിൻ്റെ ഉള്ളിൽ തീർക്കുക. 99 എന്നല്ല 99.9 ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം മാറി നിന്നതിന് ശേഷം, അതായത് മുഖ്യധാര സംഘടനകളിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ദിലീപിന് ഒരു അവസരം കിട്ടുമ്പോൾ അപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നത് ഒരു പ്രിവിലേജ് ആണ്.
അത്രയും വലിയൊരു പ്രിവിലേജ് എങ്ങനെയാണ് ദിലീപിന് കിട്ടുന്നത്? അതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളുണ്ടെന്നാണ് നിങ്ങൾ? പണം മാത്രമാണ്. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പണം മാത്രമാണ്. പിന്നെ എല്ലാ സംഘടനയിലും അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഫെഫ്കയിൽ എടുത്തിട്ടുണ്ട്, അമ്മയിലുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്, എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലുണ്ട്. എല്ലാ സംഘടനകളിലും അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാളെ വേണം. അയാളെ വേണ്ട എന്ന് പറയുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അന്നും ഇന്നും ഈ കാലഘട്ടത്തിലൊക്കെ നടന്നുകൊണ്ട് വളരെ നിശബ്ദമായി തന്നെ അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ കിട്ടിയോ രാജിവെച്ചതിന് ശേഷം ഈ കാര്യം പുറത്താണ് രാജിവെക്കുന്നത്? അതിൽ പിന്തുണയുമായി പുറത്തുകൊള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വന്നു ഇനി സമാനമായ രാജി ഉണ്ടാവുമ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ വിഷയം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കുറച്ചു പേര് വിളിച്ചിരുന്നു. ചേച്ചി ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് ചിലർ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങണം എന്നൊന്നുമില്ല. ഇറങ്ങണം എന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഇന്നലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വന്ന ശേഷം സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ പ്രതിഷേധവുമായാണ് ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളെ കാണുന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ ദിലീപിനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഘടനകളിലേക്ക് തിരികെ വിളിക്കാൻ ഒക്കെ കാണിക്കുന്ന ആ മനോഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഫെഫ്കയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ദിലീപ് ഇപ്പോഴും കുറ്റക്കാരനാണ്. അതിജീവിതയോട് യാതൊരു തരത്തിലുള്ള പരിഗണനയോ സ്നേഹമോ ഈ സംഘടനകളിൽ അവളുടെ സഹപ്രവർത്തകർ കൂടിയായ സംഘടനാ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ദുഃഖം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി തൻ്റെ രാജി ഫെഫ്കയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത്.